ഹായ് എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിനെ പല യൂട്യൂബേഴ്സും കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറേ പേരുണ്ട്. ജാസ്മിൻ ജാഫർ, പിന്നെ തനി മലയാളി, പിന്നെ അങ്ങനെ മറ്റ് ജസ്ന ഡാൻസ് കളിക്കുന്ന കുട്ടി, അങ്ങനെ ഒത്തിരി പേരുടെ പേരുകൾ ഇപ്പം പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇതെന്താണെന്ന് അറിയാനുള്ള ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ആ ഫ്രണ്ട് ആപ്പ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അതിലെന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അതിൽ ഒന്ന് കയറി നോക്കിയിരുന്നു. അതിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് ഓഡിയോ റൂം നോക്കാം. Private training rooms. ഹലോ 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 പറഞ്ഞോ. ഹലോ വിനു. വിനു. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ്, എനിക്ക് അറിയത്തില്ല, അതാ ഞാൻ. വിനു അല്ല, ഞാൻ 3 ദിവസമായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഞാനും വലിയ രീതിയിലൊന്നും അങ്ങനെയൊന്നും അറിയില്ല, ചുമ്മാ വിളിക്ക. ഇത് എവിടെയാണ്? ഞാൻ ഓഫീസിൽ പോയി വന്നു, ദേ റൂമിലാ, ഭയങ്കര ചൂടടിക്കാ. അല്ല, എവിടെ, ദുബായിലാണോ? അല്ലല്ല, ഞാൻ നാട്ടിലുണ്ട്, എറണാകുളത്ത്. ഓക്കെ ഖത്തറിലായിരുന്നു ഒരു 6 കൊല്ലം, ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കേറി നോക്കിയതാ. പുറത്തുള്ള ആൾക്കാർ കുറവായില്ലേ, നാട്ടിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദിവസമായി? ഇത് ഇപ്പം ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. ആണല്ലേ. ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കിയതാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി. നിങ്ങക്ക് കിട്ടിയപ്പോ ഒരു പൈസ കിട്ടി. ഓ, അതാണോ റോസ് വന്നത്? അതെ അതെ. പേരെന്താന്ന് അറിയാം? വിനു അല്ല, പേരെന്തോ അപ്പം? വിനീത്. ഓക്കെ, വിനീത് അയച്ചതാണോ അത്? എന്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന. ഓ, താങ്ക് യു. താങ്ക് യു എന്നോടല്ലേ, ഈ ആപ്പിനോട് പറഞ്ഞിട്ട്. ഞാൻ റീചാർജ് ചെയ്യുന്നോണ്ടാണ് നിങ്ങക്ക് പൈസ കിട്ടുന്നത്. എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്തു? കുറച്ച് ഞാൻ ഗെയിം കളിച്ചുണ്ടാക്കിയതാ, മറ്റേ സ്പിൻ ആൻഡ് വിൻ കളിച്ച് കോയിൻസ് ഉണ്ടാക്കി, ജാക്ക് പോട്ട് കളിച്ച്. അപ്പൊ അതില് റീചാർജ് ചെയ്യുമ്പോ അങ്ങനെ റീചാർജ് ചെയ്യാൻ, അല്ലാണ്ട് പൈസ ഇട്ടിട്ടല്ല. വീണ്ടും വന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ ഓരോ റോസ് സെൻഡ് ചെയ്യുമ്പോൾ എത്ര പൈസ വെച്ചിട്ടാ പോന്നെ? അത് ഓരോ റോസിന് 6 കോയിൻസ് വെച്ച്, 4 കോയിൻസ് വെച്ച് പോകും. അപ്പൊ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്ര റോസ് കിട്ടും, അങ്ങനെ എന്താ, ഇത്ര കോയിൻസ് കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് അപ്പൊ 100 രൂപയുടെ റീചാർജ് ചെയ്യണമെങ്കിൽ 25 രൂപ 30 രൂപ മുടക്കിയാൽ മതി. അങ്ങനെയുണ്ട്. നാട്ടിലെ നമ്മുടെ 25 രൂപ 30 രൂപ മുടക്കിയാൽ 100 കോയിൻസ് അല്ലേ? 100 കോയിനുണ്ട്, കൊറേ ഒരു 10 ഒരു 1.5 മണിക്കൂറൊക്കെ വിളിക്കാം. അപ്പം ഈ 1 മണിക്കൂർ ഒരാളോട് തന്നെ സംസാരിക്കുവോ, അതോ ഇങ്ങനെ മാറി മാറി സംസാരിക്കുവോ, എങ്ങനെയാ? ഞാൻ മാറി സംസാരിക്കും. എനിക്ക് ഇഷ്ടം പോലെ റോസ് കിട്ടുന്നുണ്ട്. മതി ഞാൻ വയ്ക്കാൻ പോവാ. ശരി. റോസ ഞാൻ
മൂന്നെണ്ണം തന്നു തന്നെ കൂടുതലാ. തിരിച്ച് എനിക്ക് ഒരെണ്ണം തന്നില്ലല്ലോ, ഭയങ്കര വിഷമം കേട്ടോ. അല്ല നമുക്ക് അങ്ങനെ റോസ് സെൻഡ് ചെയ്യാം, എനിക്ക് അറിയത്തില്ല, അതാ ചോദിച്ചേ. അതങ്ങനെയല്ലടി, അത് തന്നെ വരണതാണ്, നിങ്ങക്ക് ഫണ്ട് കിട്ടണതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്, അപ്പൊ സെൻഡ് ചെയ്യുന്നതല്ല. അല്ലല്ല, ഫണ്ട് തന്നെ വരണതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് എത്രത്തോളം സംസാരിച്ച് ഒരു ഫോളോ ഇതാവണം, ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ നിങ്ങക്ക് കുറെ റോസ് കിട്ടും. എന്റെ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ, എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫോളോ ചെയ്യണം, അപ്പൊ റോസ് കൂട്ടി കിട്ടും അല്ലേ? ഫോളോ ചെയ്ത് ഞാനിന്ന് ഈ ചാറ്റിങ് തുടങ്ങി, അതായത് മെസ്സേജ് അയച്ചു തുടങ്ങി കഴിഞ്ഞാൽ റോസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കുറെ പ്രത്യേകത ഉണ്ട്. നമുക്കറിയത്തില്ല, യൂസ് ചെയ്യുന്നത് നമ്മള് യൂസ് ചെയ്താലേ അറിയത്തുള്ളൂ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് കട്ടയില്ല, എനിക്ക് ഇപ്പൊ നീ ഒരു 10-15 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ എനിക്ക് 4 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും ഫോൺ വിളിക്കാൻ. 15 സെക്കൻഡ് കൂടി കഴിഞ്ഞാലേ 4 മിനിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നു ഫോൺ വിളിക്കാൻ. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? കൊറേ സെറ്റപ്പ്. അത് പുതിയതായിട്ട് വരുന്ന ഫ്രണ്ട് മാത്രം നീ എനിക്ക് മിനിറ്റ് തരണതാ, സൗജന്യമായി ലഭിക്കും. സ്വാഗതം ചെയ്യുക. ഈ റോസിന് പുതിയ പകരം ഫ്രണ്ടിനെ വിളിക്കുമ്പോ അങ്ങനെയല്ല, പുതിയ ഫ്രണ്ടിനെ വിളിക്കുമ്പോ നമുക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് 3 മിനിറ്റ് ലഭിക്കും. ഞാൻ ഈ 3 മിനിറ്റ് കിട്ടി ഞാൻ ഫോൺ കൊട്ടേ. ശരി, ആയിക്കോട്ടെ. എന്തായാലും കട്ടയില്ല ഇല്ല കട്ട് ചെയ്യുന്നില്ല, കിട്ടിക്കോട്ടെ, 4 മിനിറ്റ് കിട്ടിക്കോട്ടെ. ചായ കുടിച്ചോ നീ? ഇവിടെ ഇപ്പം 3:55. ചായ കുടിക്കാറായിട്ടില്ല. എവിടെ, ഖത്തറിലാണോ? ഇല്ല, ദുബായ്. ദുബായിലെവിടെ? ബിസിനസ് ബേ. ഓ, ഞാൻ ഷാർജയിലുണ്ടായിരുന്നു. കിട്ടി. കിട്ടിയോ? ഓക്കെ, ശരി. താങ്ക് യു. ബൈ. ബൈ. എത്ര ഇതാണ്. ഹലോ. എവിടെയാ? ഹലോ, എവിടെയാ? ഇത് ദുബായിലാണ്. ഇതെവിടെയാ? അടിപൊളി. ദുബായിലെത്തി പോയേ? കോഴിക്കോട്. ഓക്കെ. എന്നിട്ട് നാട്ടിലെവിടെയാ? നാട്ടില് കോട്ടയം. എന്താ ഹലോ. അവിടെ എന്താ വർക്ക് എന്താ ദുബായില്? ഞാൻ ഇവിടെ ഇപ്പോ കുറച്ച് വർഷമായി വർക്ക് ചെയ്യുന്നു. ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ദുബായ് തന്നെയാ. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഈ ആപ്പ് ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങിയതുള്ളൂ, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോ ഈ ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ ആയോ? ഇല്ല, ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ളൂ. ഓക്കെ. പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ. എവിടെയാ ദുബായിൽ എവിടെയാ? ബിസിനസ് ബേ. നമ്മളെ ഫ്രണ്ട് ഉണ്ട് ദുബായിൽ. എവിടെയാ കറക്റ്റ് സ്ഥലം അറിയില്ല. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണം. അല്ല, ഇതിപ്പം യൂസ് ചെയ്യുന്ന എങ്ങനെയാന്ന് നമുക്ക് അറിയാത്തോണ്ട് അത് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാന്ന് വെച്ചിട്ടായിരുന്നു. ഞാനിപ്പോ കേറിയിട്ട് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അടിപൊളി. അപ്പൊ ഫസ്റ്റ് കോൾ എന്റെ? അതെ. നല്ലത്. ഇതൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പെയ്ഡല്ല, നമുക്ക് പെയ്ഡാ വരുക. നിങ്ങക്ക് പെയ്ഡാണ്? ചാർജ് കട്ടായിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൊടുക്കണോ? നമുക്ക് പൈസ കൊടുക്കണം, റീചാർജ് ചെയ്യണം. അയ്യോ, അപ്പൊ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യും? എനിക്കിപ്പോ 20 മിനിറ്റേ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ കോള് കട്ടായി പോകും. ഒരാളോട് 20 മിനിറ്റ് എന്നാണോ? അങ്ങനാണോ? അതോ അങ്ങനല്ല, നമ്മൾ റീചാർജ് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ 500 രൂപക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ. 500 രൂപയ്ക്ക് നാട്ടില് അല്ലേ? നാട്ടിൽ 500 രൂപക്ക് ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ സംസാരിക്കാൻ പറ്റും. അങ്ങനെയാണ് ചാർജ് വരും. അപ്പൊ ഇതിലിപ്പോ എത്ര പേരോട് സംസാരിച്ചു?
ഇതിലിപ്പോ ഇങ്ങനെ സംസാരിച്ച് വരുന്നേ ഉള്ളൂ. ഇതൊരു കണക്കിന് വെറുതെ വേസ്റ്റ് പൈസ ഇങ്ങനെ പോകും. പിന്നെ വെറുതെ ആരും സംസാരിക്കാനും ഇല്ലാത്ത ആൾക്കാർക്ക് എനിക്കിപ്പം യെല്ലോ റോസസ് ഇങ്ങനെ വരുന്നുണ്ട്. അത് ഞാനിപ്പോ ഇവിടുന്ന് അയച്ചതാ. ആണോ താങ്ക് യു. അതങ്ങനെ ഓരോന്ന് ഗിഫ്റ്റിന്റെ അത് കാണിക്കും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലേ? അപ്പൊ ഒരാളോട് ഇത്ര സമയം എത്രയാ 10? ഇല്ല, നമുക്ക് എത്ര നമ്മളെ റീചാർജ് പോലെ. ഓക്കെ, അങ്ങനെ ഇല്ലല്ലേ? അപ്പൊ ഒരാളോട് ഇത്ര ടൈം സംസാരിക്കാം അങ്ങനൊന്നും ഇല്ലല്ലേ? ഇല്ല, എത്ര വേണമെങ്കിലും സംസാരിക്കാം. നമ്മളെ റീചാർജ് പോലെ. പിന്നെ നെറ്റ് കട്ടാവുന്നവര്. പിന്നെ ഇതിലിപ്പോ ഞാൻ ഫോളോ ചെയ്ത് കണ്ടില്ലേ? ആണോ? ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് കണ്ടില്ല. അത് റിക്വസ്റ്റ് അയക്കാം. നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അതിൽ ഫോളോയിങ് ഉണ്ടാവും, ആഡ് എ ഫ്രണ്ടും ഉണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വരും. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിലുള്ളപ്പോ നിങ്ങൾക്ക് എന്താവും, ഞാൻ ഓൺലൈനിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാണിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കേറണം അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആരാ ഏതാ എങ്ങനെയൊന്നും അറിയില്ല. ഇതിൽ പിക്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് കാണാനൊന്നും പറ്റത്തില്ലല്ലോ. ഇല്ല, ആരാ നമ്പർ ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും വിളിച്ചിട്ട് ചിലപ്പോ വിളിച്ചു കഴിഞ്ഞാൽ വെറുതെ തെറിയൊക്കെ പറയും. ആമ്പിള്ളാരോ? നമുക്ക് ഗേൾസിനെ മാത്രമേ കണ്ടാവും. ഗേൾസ് തന്നെ ഉണ്ടാവും വെറുതെ ഇങ്ങനെ. ബാംഗ്ലൂർ എവിടെയൊക്കെ പഠിക്കുന്നുണ്ടാവല്ലോ, അവരൊക്കെ ഇങ്ങനെ ഗ്യാങ് ആയിട്ടെല്ലാം ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞ് തെറിയെല്ലാം പറഞ്ഞ് ഒരു കെട്ടാക്കി പോകും. നമ്മളെ പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കേൾക്കുക ചെയ്യുന്നത്. അപ്പൊ കട്ട് ചെയ്തേക്കണം. അല്ല, അത് കട്ട് ചെയ്യാണ്ട് വേറെ വഴിയില്ല. കട്ട് ചെയ്യൽ തന്നെ അല്ല ഞാൻ പറയാം. എന്നാലും ചീത്ത പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരായിരിക്കോ അതോ? എല്ലാം പല ഏജിലുള്ള ആൾക്കാരുണ്ട്, പല വയസ്സുള്ള ആൾക്കാരുണ്ട്. പഠിക്കുന്ന കുട്ടികൾ തൊട്ടിട്ട് മേലോട്ടുള്ള. ഇതൊരു ലോകമല്ലേ, പ്രൈവറ്റ് വേൾഡ് അല്ലേ. വേറെ ആരും എടുത്ത് കയറി നോക്കുന്നില്ലല്ലോ. ആരാ എന്താ ഏതാ എങ്ങനെയൊന്നും അറിയുന്നില്ല. ഗേൾസിന് പ്രത്യേകിച്ച് ഇത് ബ്രില്യൻ മൈൻഡാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ഒരാള്. കാരണം ആണുങ്ങളെടുക്കുന്ന പേയ്മെന്റ് മേടിക്കുക, പെൺകുട്ടിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പാരെ ബ്രില്യൻ മൈൻഡാ, ഒന്നും പറയാനില്ല. പക്ഷെ അവർക്ക് സംസാരിക്കുന്ന അനുസരിച്ച് ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കുക. അപ്പൊ ആൾക്കാർ കൂടുതൽ കയറും. അതാണ്. അതും പറഞ്ഞിട്ട് റീസൺ പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് കയറും ആൾക്കാർ. ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നാമത് വെറുതെ നമ്മൾ മലയാളത്തില് ഒന്ന് ജസ്റ്റ് ഒന്ന് ഏത് സമയത്ത് കോൾ ചെയ്താൽ ആരെങ്കിലും ഒന്ന് കണ്ടാവും. അത്രമാത്രം ഉപയോഗം ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരല്ലേ. അതെ, ഡ്രൈവ് ചെയ്യുവാണോ? ഞാൻ കാറിൽ കണ്ടിട്ടാണ്. അന്നേരം വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞ പോലെ ആരോടെങ്കിലും. എവിടെയാ? ദുബായിൽ എവിടെയാ? ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ. ഞാൻ ബിസിനസ് ബേയിലാണ്. റിയൽ എസ്റ്റേറ്റ് ആണ് പുള്ളിക്കാരൻ. റിയൽ എസ്റ്റേറ്റ് ആണ്. കുറെ ഉണ്ട് തോന്നുന്നില്ല റിയൽ എസ്റ്റേറ്റ്. ഞാൻ തോന്നുന്നു അവിടെ മെയിൻ. അതെ. ബിസിനസ് ബേയാ? ബിസിനസ് ബേ. ചോദിച്ചോക്കാം പുള്ളിക്കാരനോട്. അറിയുണ്ടാവും, കാരണം പുള്ളിക്കാരൻ കുറെ ഇവിടെ. എന്തായാലും കണക്ട്. എന്തോ? ഇന്ന് ജോലിയില്ലേ? ഇല്ല, ഇന്ന് ഓഫാ. പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കാം. ബിസിനസ് ബേ അല്ലേ? അതെ. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് പോയിട്ട് കുറെ ആയോ? ഞാൻ കുറച്ച് വർഷമായി. എത്ര? കുറച്ച് ദിവസാ? കുറച്ച് വർഷമായിന്ന്. കുറച്ച് വർഷം. അങ്ങനെ. നാട്ടിലാരൊക്കെയാ ഉള്ളത്? നാട്ടില് ഫാമിലി എല്ലാരും ഉണ്ട്. അങ്ങാരുല്ലേ? എന്തോ? അങ്ങ് തനിച്ചാണോ? ഇല്ല, ഫാമിലി ഉണ്ട്. ഇവിടെ ഉണ്ട്, ഫാമിലി ഉണ്ട്. എന്താ ചെയ്യുന്ന പുള്ളിക്കാരെ? പുള്ളി സ്വന്തം ബിസിനസ്സാ.
അപ്പൊ എന്തായാലും നടക്കട്ടെ ഡ്രൈവിംഗ്. ഞാൻ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറിയതാ. അപ്പൊ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചിട്ട് കയറിയതാ. ഓ ആയിക്കോട്ടെ, ശരി ശരി ശരി. ശരി ശരി, താങ്ക് യു താങ്ക് യു. ഓക്കെ. ഇവിടെ എടുത്തോ. എന്റെ ബിനുവേട്ടന്റെ ഫ്ലാറ്റൊക്കെ ഉള്ള ബിസിനസ് പേരാണ്, മറ്റേ തൃശ്ശൂരുള്ള ജയലീഫിന്റെ കുറച്ചപ്പുറത്തുള്ള ജയലീഫ് കഴിഞ്ഞാലുള്ള സ്റ്റേഷൻ. ഹലോ, ഇത് എങ്ങനെയാ ഇപ്പൊ കട്ട് ചെയ്യുന്നേ? ബാക്കടിക്കുമ്പോ എക്സിറ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ 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 ശരി. ബാക്കടിക്കുമ്പോ എക്സിറ്റ്. ഓക്കെ ശരി. ഇപ്പം നിങ്ങളത് ഇതിൻ്റെ വോയിസ് കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ രണ്ടുപേരോടാണ് സംസാരിച്ചത്. ആ രണ്ടുപേരും ഇതിലേക്ക് പുതിയതാണെന്നാണ് അതിനോട് പറഞ്ഞത്. ബട്ട് അതിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അതിലുണ്ട്. അവർ അതിൽ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. ലൈക്ക് അത് ഗേൾസിന് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഏജോ മറ്റു ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒത്തിരി പേര് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. പൈസ കൊടുത്ത് ജെൻസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പൈസ കൈപ്പറ്റിക്കൊണ്ട് ഒത്തിരി ലേഡീസും അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ബി സേഫ്. താങ്ക് യു.